കഹാസ് വേൾഡിന്റെ 27ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്രമം ശക്തി നൽകുന്നു, എന്നാൽ മടി അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയത്തെ പറ്റി കേൾക്കുമ്പോൾ പലർക്കും ചിരി വരാവുന്നതും എന്നാൽ ഒരുപാടധികം ചിന്തിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതുമായ വിഷയത്തെക്കുറിച്ചാണ്. നാഷണൽ ലേസി ഡേ അഥവാ ദേശീയ മടി ദിനം. മടിയൻ ദിനമോ, അങ്ങനെ ഒരു ദിനമുണ്ടോ എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്നാൽ ഉണ്ട്. എല്ലാ വർഷവും ഓഗസ്റ്റ് 10-ന് ദേശീയ മടിയൻ ദിനമായി ആചരിക്കുന്നുണ്ട്. ഈ ദിനം നമ്മെ മടിയന്മാരാക്കാൻ പ്രേരിപ്പിക്കുകയല്ല, മറിച്ച് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് അല്പസമയം ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ്. എന്നാൽ ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. വിശ്രമം ആവശ്യമാണെങ്കിലും മടി നാം ഒരു ശീലമാക്കാൻ പാടില്ല. ഒരു യന്ത്രം പോലും തുടർച്ചയായി പ്രവർത്തിച്ചാൽ അത് ചൂടാകുകയും പിന്നെ അതിന്റെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് നല്ല ഉറക്കം, കുടുംബത്തിനോടൊപ്പമുള്ള സമയം, പ്രകൃതിയോടൊപ്പമുള്ള സമയം ഇവയെല്ലാം പുതിയ ഊർജം നൽകുന്നവയാണ്. പക്ഷേ വിശ്രമവും മടിയും ഒരുപോലെയല്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരിക്കുകയും ചെയ്യേണ്ട ജോലി അപ്പാപ്പ ചെയ്യാതിരിക്കുകയും പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതാണ് മടി. ലോസ്റ്റ് ടൈം ഇസ് നെവർ ഫൗണ്ട് അഗെയിൻ. നമുക്ക് ഒരിക്കൽ പോയ സമയം പിന്നീട് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കത്തില്ല. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 2 വിദ്യാർത്ഥിനികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥി ഓരോ ദിവസവും കുറച്ച് സമയം ആത്മാർത്ഥമായി പഠിക്കുന്നു. എന്നാൽ മറ്റേ വിദ്യാർത്ഥി നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. അത് അങ്ങനെ നാളെ പഠിക്കാം എന്ന് മാറ്റിവെച്ച് പരീക്ഷാ ദിവസം എത്തുന്നു. പഠിച്ച വിദ്യാർത്ഥി ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും പോയി പരീക്ഷ എഴുതുന്നു. എന്നാൽ മറ്റേ വിദ്യാർത്ഥി ആശങ്കയോടെ ഇരിക്കുന്നു. ഇവിടെ വ്യത്യാസം ബുദ്ധിയിലല്ല, മറിച്ച് ശീലത്തിലാണ്. ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. ഒരു കൃഷിക്കാരന് 2 വയലുകൾ ഉണ്ടായിരുന്നു. ഒരു വയൽ അയാൾ ദിവസവും പരിചരിക്കുമായിരുന്നു. എന്നാൽ മറ്റേ വയൽ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു വയലിൽ നിറയെ വിളവുകൾ ഉണ്ടാകുകയും മറ്റേ വയൽ ശൂന്യമായി ഒന്നും വരാതിരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. നാം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും പരിചരിക്കുന്ന കാര്യങ്ങളും എപ്പോഴും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ബൈബിളിൽ പറയുന്നു, സദൃശവാക്യങ്ങൾ 6:6, മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് അതിന്റെ വഴികൾ നോക്കി ജ്ഞാനിയാകാം. ഒരു ചെറിയ ഉറുമ്പ് പോലും അതിന്റെ ഭാവിക്കായി പ്രയത്നിക്കുമ്പോൾ നാം എന്തിന് നമ്മുടെ സമയവും താലന്തും നാം പാഴാക്കണം? പ്രിയ സുഹൃത്തുക്കളെ, ദേശീയ ദിനം നമ്മോട് മടിയനായി അവിടെ ഇരിക്കുവാനല്ല പറയുന്നത്, മറിച്ച് സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കുവാനും പ്രയത്നിക്കാനുമാണ് നമ്മളോട് പറയുന്നത്. വിശ്രമിക്കാം, പക്ഷേ ലക്ഷ്യം മറക്കരുത്. സ്വപ്നം കാണാം, പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മറക്കരുത്. സമയം വിലമതിക്കാം, കാരണം സമയം തന്നെയാണ് ജീവിതം. അവസാനമായി ഒരു വാചകം കൂടെ പറയട്ടെ. വിശ്രമം ജീവിതത്തിന് ഊർജം നൽകുന്നു, എന്നാൽ പരിശ്രമം ജീവിതത്തിന് വിജയം നൽകുന്നു. ഇവിടം വരെ എന്നെ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും എന്റെ നന്ദി. കഹനാസ് വേൾഡിന്റെ അടുത്തൊരു എപ്പിസോഡുമായി വരുമ്പോഴേക്കും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.